നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷെ രാജുവേട്ടാ, സാർ, ഒരാള് വീണ് കിടക്കുമ്പോ ഓടിച്ചെന്ന് അയാളെ സഹായിക്കാൻ അറിയോ? അതറിയാം സാർ. ഒരാള് വിശപ്പ് കൊണ്ട് വലയുമ്പോ അയാളെ ഊട്ടാൻ അറിയോ? അറിയാം സാർ. ആ, ദുരിതത്തിലകപ്പെട്ട ഒരാളെ കാണുമ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയോ? അറിയാം സാർ, ഞാനത് ചെയ്യാറുമുണ്ട്. യെസ്, യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. ഈ വിദ്യാഭ്യാസവും വിവരവും ഇംഗ്ലീഷ് പറയാനുള്ള കഴിവല്ല, മനുഷ്യത്വത്തിന്റെ ലക്ഷണം. ഇപ്പൊ രാജുവേട്ടൻ ഈ പറഞ്ഞു വെക്കുക. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പേരില് കഴിവുകൾ അളക്കുന്നവര് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറഞ്ഞത്. ആ, പിന്നെ എന്റെ ഭാര്യ നന്ദിനിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ അത് നടത്തിയിരിക്കും. ബിക്കോസ് ഷീസ് മൈ വൈഫ്. വാശിയും വൈരാഗ്യമുള്ള ഈ സൂര്യയുടെ ഭാര്യ. നന്ദിനി വാ. എച്ചിലെന്ന് നടക്കുന്നവൾ ഇനി ഇംഗ്ലീഷ് പഠിക്കാത്ത കുറവും കൂടെ ഉള്ളൂ. അങ്ങനെ ഒരു ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പഠിച്ചു വന്ന് നിക്കട്ടെ അവൾ എന്റെ മുമ്പില്. ആ, സത്യം പറഞ്ഞ ജഗത് പട്ടേലിന്റെ കമ്പനിയുമായുള്ള ടൈപ്പ് ക്യാൻസൽ ആയാലും കുഴപ്പമില്ലായിരുന്നു. വേലക്കാരുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ദേ മമ്മി, ഇതിന് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. യെസ് മമ്മി, ഇനി ഒരു തവണ പോലും കമ്പനി കാര്യത്തിനായി ഒപ്പിടാൻ അവളുടെ കൈ പൊങ്ങരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യണോന്ന്? അവളുടെ കൈ തല്ലി ഒടിക്കണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളുടെ ആങ്ങളെ ബാക്കി വെച്ചിരിക്കോ ആരെങ്കിലും? ഓ, അവൻ അവളുടെ നന്മ കണ്ട് ഭ്രാന്തളകി നടക്കല്ലേ. ഇന്ന് ഒപ്പിട്ട കൈകൊണ്ട് നാളെ അവള് നമ്മളെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച അയാളെ അവൻ കൊന്നിരിക്കും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ചാവും വയ്യ. പക്ഷെ മമ്മി എപ്പോഴും പറയുന്ന പോലെ അല്ല. അത് മമ്മി ഞങ്ങൾക്ക് വിട്ടേക്ക്. എനിക്കിപ്പം വിലയില്ലാത്ത ഒരു തമാശ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. തമാശ അല്ല മമ്മി, മമ്മിക്ക് ഞങ്ങൾ വാക്ക് തരുന്നു. ഇനി ഒരു തവണ പോലും മമ്മിയുടെ സിഗ്നേച്ചറിന് അടുത്ത് ഒപ്പിടാൻ അവളുടെ കൈ പൊങ്ങത്തില്ല. അതെ, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ചെയ്യണം. തിരിച്ചു മറ്റുള്ളവർ ആര് നോക്കിയാലും സ്വാഭാവികമായിട്ട് സംഭവിച്ചെന്നേ തോന്നാവൂ. യെസ്, അതിനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കണ്ടേ. ദേ, ഒരു കാര്യം ഞാൻ 3 പേരോടും കൂടെ പറയാം. അവൾക്കൊപ്പം ഒരു ഒപ്പിടുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ആത്മഹത്യക്ക് തുല്യ. പക്ഷേ അതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ച് അബദ്ധങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. പറഞ്ഞേക്കാം. വിജയ്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് മമ്മിക്ക് ആഗ്രഹമുണ്ട്. മമ്മി ആഗ്രഹിക്കുന്ന പോലെ നടത്തി കൊടുത്താൽ പിന്നെ നമ്മൾ പറയുന്നതേ മമ്മി കേക്കൂ. അതെ വിജയേട്ടാ, എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി മുതൽ നമ്മൾ അവളുടെ വലത് കൈക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ. ആ, ഉടനെ ഒരു വഴി കിട്ടും.